ഹലോ, വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്സ്. ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം, ഞങ്ങളല്ല ഞാൻ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റി AK വ്ളോഗ്സ് എന്നായിരുന്നു ഇത്രയും കുറച്ചായിട്ട് ഇട്ടിരുന്നത്. പക്ഷേ ആ പേര് മാറ്റി. ബിക്കോസ് AK വ്ളോഗ്സ് എന്ന് പറയുമ്പം കുറേ അക്കൗണ്ട് വരും. അപ്പം ഞങ്ങളുടെ അക്കൗണ്ട് ആർക്ക് കാണാൻ പറ്റുന്നില്ല, എസ്പെഷ്യലി ഞങ്ങൾ അറിയുന്ന ആൾക്കാർ. ബിക്കോസ് ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അറിയാത്ത ആൾക്കാർ അറിഞ്ഞു വരട്ടെ. ഞാനിനി ഒന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ട്രോൾ ചെയ്യുന്നില്ല, അറിഞ്ഞു വരട്ടെ ഹോപ്പ്ഫുള്ളി. സോ ഞങ്ങൾ പേര് മാറ്റി അൽക്ക കൃപ വ്ളോഗ്സ് എന്നാക്കി. അതാവുമ്പോൾ അറ്റ്ലീസ്റ്റ് അൽക്ക കൃപ നടിക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ പേരിലല്ലോ, ഞങ്ങളുടെ ചാനലെങ്കിലും അറ്റ്ലീസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ടുഡേ ഈസ് December 24, ടുമാറോ ക്രിസ്മസ്. അപ്പം അതാണ് ഞാൻ ഇത്ര പട്ടി ഷോ ഒക്കെ കാണിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടിങ്ങനെ ആ ഒരു ക്രിസ്മസ് ജിംഗിൾ ബെൽസ് ആ വൈബ് കിട്ടാൻ വേണ്ടിയിരിക്കുന്നത്. ആൻഡ് ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് സ്റ്റാർട്ടിങ് എടുക്കുന്നത്. എൻ്റെ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവൾ കൂടെ കാണും, കാരണം ഇപ്പം കൃപ ഷിഫ്റ്റിന് പോയേക്കുക. സോ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഈ ഒരു വ്ളോഗ് തുടങ്ങി വെക്കാമെന്ന്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു ദിവസം. തിരക്കില്ലാതിരുന്നേനെ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ. ഇപ്പം അവൾക്ക് 12 to I think 4 or 5, I don't know, I think 5 അവൾക്ക് ഷിഫ്റ്റ് ഉണ്ട്. അത് എനിക്ക് ആദ്യം 6 ആയിരുന്നു, ഇപ്പോൾ 4:15 to 9:15 എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. സോ ഞങ്ങൾ രണ്ടുപേരും ഷിഫ്റ്റിൻ്റെ ഇടയിലായതുകൊണ്ട് എങ്ങനെയാണ് വ്ളോഗ് പോകുകയെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് എൻ്റെ കയ്യിലായിരിക്കും ഫോൺ, എൻ്റെ ഫോണിലാണ് എല്ലാ വീഡിയോസും എടുക്കുന്നത്, അവളുടെ ക്യാമറ കൊള്ളത്തില്ല. അപ്പോൾ ഞാനുള്ള സമയത്തുള്ള വ്ളോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലാത്ത സമയത്ത് ഐ വിൽ ട്രൈ അവളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരിപാടി ക്രിസ്മസിന് തലേദിവസം ആയതുകൊണ്ട് കുറേ പേർക്ക് ക്രിസ്മസ് തലേദിവസം കുർബാന എന്തോ ഒരു എനിക്ക് അതിൻ്റെ ശരിക്കുള്ള പേരല്ല, കുർബാനയുണ്ട് രാത്രി. അപ്പം മിക്കവരും അതിന് പോകുന്നതുകൊണ്ട് നമുക്കായിട്ട് ഭയങ്കര സെലിബ്രേഷൻ അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടുണ്ട്, അതിന് മുന്നേ എന്ന് പറയുമ്പം ഐ തിങ്ക് ഞങ്ങളുടെ നോർവുഡ് കൂടെ താമസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് 4 to 9 അങ്ങനെ എന്തോ ആണ് ആ ടൈം റേഞ്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈം വരുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് കൂടാൻ പറ്റത്തില്ല, ഞാൻ ആ സെലിബ്രേഷന് കാണത്തില്ല, അത് കൃപ മാത്രമേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഫുഡ് അടി കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുന്നുണ്ട്. അതിന് ഓഫ് കോഴ്സ് ഞാനുണ്ട്, ഐ വിൽ വ്ളോഗ് ഇറ്റ്. പിന്നെ ക്രിസ്മസിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാളെ ഒരു പരിപാടിയില്ല. ടു ബി ഫ്രാങ്ക്, ഞങ്ങൾക്ക് ഒരു പരിപാടിയില്ല, ഞങ്ങൾ ഫുൾ ഫ്രീ. മേ ബി ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കാണുമായിരിക്കും, അല്ലാതെ ഒന്നുമില്ല ക്രിസ്മസിന് പരിപാടി. ഈ സമയത്ത് നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല രസമല്ലേ. നമ്മൾ ഞാൻ കരോളിന് പോയിട്ടുണ്ട്, ഒറ്റ തവണയെ ഞാൻ പോയിട്ടുള്ളൂ, അന്നത്തോടു കൂടി തീരുമാനമായി. ഞാൻ കരോളിന് പിള്ളേർ വീട്ടിലോട്ട് വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ക്രിസ്മസിന് അമ്മയുടെ നല്ല കിടുക്കാച്ച ഫുഡൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നല്ലതാണ്. ആക്ച്വലി നാട്ടിലാണ് നല്ലത് ഇവിടത്തേനേക്കാളും. നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം നാട്ടിലല്ലേ. ഈ ഇങ്ങനെ പുറത്ത് വന്ന് താമസിക്കുന്നവർക്ക് നാട്ടിലുള്ള സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ രീതിക്ക് പോകും. പക്ഷെ വൺസ് നമ്മളത് ഇല്ല, ഇനിയിപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ എന്ത് രസമായിരുന്നല്ലേ. ഇനി വ്ളോഗിൻ്റെ കാര്യം എനിക്ക് ദിത്തേ ഒരു ഇങ്ങനെയാണ്, എന്താവും ദൈവത്തിനറിയാം. പിന്നെ ഞാനുണ്ടല്ലോ, എനിക്ക് നെയിൽ എക്സ്റ്റൻഷനൊക്കെ വെക്കണം എന്നുണ്ട്. ഗൈസ്, നടക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു ക്രിസ്മസ് ആ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കൊള്ളാല്ലേ. ദിസ് ഇസ് നോട്ട് മൈ ക്രിസ്മസ് ഡ്രസ്, പക്ഷേ ഇത് ഞാൻ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, നല്ല കളർ, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത്തവണ കേക്ക് ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാനൊരു കേക്ക് ഉണ്ടാക്കും, കൃപ ഒരു കേക്ക് ഉണ്ടാക്കും. രണ്ടും ഒരേ ഫ്ലേവറാണ്, പക്ഷേ ഞങ്ങൾ രണ്ടും സെപ്പറേറ്റ് ഉണ്ടാക്കുന്നത്. എന്തായിരിക്കും ദൈവത്തിനറിയാം. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. ലെറ്റ്സ് മൂവ് ടു ദ വ്ളോഗ്. യെസ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക്. ഇത് ഒരെണ്ണം അവൾ ഉണ്ടാക്കും, ഒരെണ്ണം ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, റെഡ് വെൽവെറ്റ് മിക്സ് ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി മുട്ടയുടെ ആവശ്യമുണ്ട്. ബാക്കി എല്ലാ സാധനവും നമ്മുടെ അടുത്തുണ്ട്.
നമ്മളെന്താ പറയുക ഇപ്പം ഉണ്ടാക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഷിഫ്റ്റ് ഉണ്ട്, ഷിഫ്റ്റിന് പോകണം. ഷിഫ്റ്റിന് പോയി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഇത് ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ പോകുന്നില്ല എന്ന് എന്തായാലും പറഞ്ഞു. ലൈക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഞാൻ കാണത്തില്ല, ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് കൃപയായിരിക്കും പോകുന്നത്. എന്നാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാതിരിക്കില്ലല്ലോ. സോ എൻ്റെ ഗിഫ്റ്റ് ഞാനിവിടെ ഓൾറെഡി ക്യൂട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കൃപയുടെ ഗിഫ്റ്റ് നമ്മളിവിടെ പാക്ക് ചെയ്യാൻ പോവാം. സോ ഇനി വർക്ക് ടൈം, ഡ്യൂട്ടി ടൈം. ഞാൻ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി. ഇനി ഞാൻ പോവുകയാണ്. എനിക്ക് ഇന്നിപ്പോൾ ഷിഫ്റ്റ് ഉണ്ട് 4:15. ഒരു 5 ഒക്കെ ആകുമ്പോൾ വരും. ബട്ട് വ്ളോഗ് കാണുമെന്ന് എനിക്കറിയത്തില്ല, ബിക്കോസ് ഫോണിൻ്റെ കയ്യിലായിരിക്കും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ എന്തായാലും പോവാം. സോ ഇനി ബാക്കി വിശേഷങ്ങൾ ആൻഡ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ള കേക്ക് പ്രിപ്പറേഷൻ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അത് ചെയ്യണം, എല്ലാം ചെയ്യണം. നോക്കാം. ഗൈസ്, ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം 9:50. അയ്യോ, ക്രിസ്മസിൻ്റെ തിരക്കും കാരണം ഞാൻ ഡ്രസ്സ് പോലും ഞാൻ മാറ്റിയിട്ടില്ല, തിരക്കും കാര്യങ്ങളൊക്കെ. ഇനി വേണം കേക്ക് ഉണ്ടാക്കാൻ. സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കണം, ഡ്രസ്സ് മാറ്റണം, കുറച്ചേരം കിടക്കണം. കൃപ പോയേക്കുക, അവൾ സെലിബ്രേഷന് പോയി. ഇനി അവിടെ എന്താ ഒന്നും അറിയില്ല. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കിട്ടും, ഫുഡ് കൊണ്ടുവരും വരുമ്പം. കപ്പ് ബിരിയാണി. ഐ എം സോ വെയിറ്റ്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് അയ്യോ ഭയങ്കരമായിട്ട്. നേരത്തെ തന്നെ കപ്പ ബിരിയാണി. ഞാൻ കപ്പ ബിരിയാണി കഴിക്കത്തില്ല. ഓക്കെ, നമുക്ക് ഒട്ടും വയ്യാതെ സാധനം. ഓക്കെ, ഇതല്ല കാണിച്ചു. ഇതിനകത്ത് ഓളിയോ നൂഡിൽസ് 3 മുട്ട. പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നത് അവിടെ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ ബാറ്റർ അടിച്ച് വെച്ചു. ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് 150 ml പാലെടുക്കണം. അപ്പം ഇതെന്ന് പറയുമ്പം 200 ഇത്രയും. അപ്പോൾ നമ്മളിതിൻ്റെ കുറച്ച് താഴ്ത്തൊക്കെ ഇത്രയാണ് 150. നമ്മളിത് ഒഴിക്കുന്നു. ബട്ടർ ഒഴിച്ച് സാധനം പൊടിയിടുക. പണ്ടെന്നോ ചുണ്ടത്ത് പോയ മാധുര്യം എന്നാളും തീരാതായി വല്ലാതെ ഏതോ മോഹം വീണ്ടും ഇന്നും നാവിൽ വന്നു. ഈ സ്ട്രോബെറി വല്ലരി എന്നാകെ കായ്ക്കുമ്പോൾ ഞാൻ തേടുന്നുവോ എന്നാശ കൂടുന്നുവോ. ഇതിന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കട്ടി പിടിച്ചോണ്ടിരിപ്പുണ്ട്. അത് ഇനി ശരിയാവും ആകും എന്നാണ് നമ്മുടെ വിശ്വാസം. എവിടെയും കൊണ്ടു കഴിഞ്ഞാൽ മക്കളെ നമുക്ക് റിസ്ക് എടുക്കാനേ പറ്റില്ല. വെക്കുക. എത്ര മിനിറ്റ് വെക്കാനും? 4:45 അലാം വെക്കുന്നുണ്ടല്ലോ.
ഇപ്പൊ എത്ര മിനിറ്റ് ആയി? 24 മിനിറ്റ്. നമ്മുടെ കേക്ക് യെസ് പൊങ്ങി വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എൻ്റെ ഇടയിൽ നേരത്തെ നിങ്ങൾ കണ്ട മറ്റേ കപ്പ ബിരിയാണി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്. അവിടുത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് 8:30 വരെ ഉണ്ടായിരുന്നു, ഇവൾക്ക് 9:15. അപ്പം അത് കാരണം പോകാൻ പറ്റിയില്ല. ഞാൻ പോയി സീക്രട്ട് സാന്റ ഗിഫ്റ്റ് കൊടുത്തു, ഫുഡ് കഴിച്ചു, തിരിച്ചു വന്നു. ബിക്കോസ് ഋത്തിനാണ് തിരിച്ചുണ്ടാക്കി. ഋത്തിനാണെങ്കിൽ പള്ളിപ്പരിപാടിക്ക് പോകണം, ഇതാണ് കുർബാന ഉള്ളത്. അപ്പം അതിനുവേണ്ടി പോകുന്നു. ഇതാണ് ഗിഫ്റ്റ്. എനിക്ക് ഗിഫ്റ്റ് എന്നത് നമ്മൾ തുറക്കാൻ പോവാ. എന്താ എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല. എനിക്ക് ആര് ഗിഫ്റ്റ് തുറക്കണം ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് കേന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മളറിയോ കേന്ന് കപ്പ് മാറാലോ. എന്നാലും അവൾ ആ കപ്പിനെ പിടിക്കും. എനിക്ക് മറ്റേ കപ്പ ഇഷ്ടം. എന്ത് വിഷിംഗ് യു ക്രിസ്മസ് ഫുൾ ഓഫ് മെമ്മറീസ് ആൻഡ് മാജിക്. എനിക്ക് 2 ഡ്രസ്സൊക്കെ ഇടണം. സോ സ്വീറ്റ്. ഇതിനുള്ളിൽ ലോബീസിനൊരു ചെയിൻ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ചെയിനില്ല. ഏത് ഡ്രസ് ഇടുമ്പോൾ അവൾക്ക് ചെയിനില്ല. എനിക്ക് ചെയിൻ മേടിക്കണമെന്ന് എപ്പോഴും തോന്നും. ആ മേടിക്കത്തില്ല. ഫൈനലി കൊള്ളാം. കാണിക്കാൻ പിന്നെ ഒരു എനിക്കാണ് വാങ്ങിച്ചത് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അവള് പെട്ടെന്നില്ല അവളുടെ പേര് മറന്നു. ഇതിന് ചെറുതില്ല കടയിൽ. നല്ല മെറ്റീരിയൽ. This one gift include ചെയ്യും. This one is അടുത്തത് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് Unboxing. എന്നെ കിട്ടിയത് അനഘ സുരേഷ്. ഞങ്ങൾ അനഘ സൂസു എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം ആദ്യം നോക്കി ഇത് കണ്ടിട്ട് തൊട്ടൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി. ഫോട്ടോ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, മെരി ക്രിസ്മസ്, അൽക്ക മോളു. അനക്ക് മോളൂ ഭയങ്കര സ്നേഹം. ഇവള് ഞങ്ങള് സീരിയസ്ലി കൊള്ളാട്ടോ. ശരിക്കും കൊള്ളാല്ലേ? ഇതെനിക്ക് ഇഷ്ടം. സീരിയസ്ലി അമ്മുക്കുട്ടിയില്ല. ബാക്കി എനിക്കത് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. ഇത് പിന്നിലും കുഴപ്പമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഈ കാട ടു അൽക്കൂസ്, മെരി ക്രിസ്മസ് മുത്തേ. താങ്ക് യു മുത്തമണി. മുത്തേ. May all your dreams come true. Mindari. Always remember you are loved by so many. അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടും. So many. So stay same and okay. So stay same and explore the unknown with hope of faith. Thank you. unknown. May you have the most wonderful Christmas.
ഒന്നും വേണ്ട എനിക്ക്. താങ്ക് യു. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, യുവേഴ്സ് സോ ടു അൽക്കൂസ്. എന്റെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ട്. താങ്ക് യു. അയ്യോ ഭയങ്കര ആകാംക്ഷയാണല്ലോ ഇതെന്താ. സോറി അനകാസു, ഇതൊക്കെ എങ്ങനെ പൊട്ടിക്കുന്നത്. സോറി. ഓ കൊള്ളാം, ഇതും കൊള്ളാം, ഇതും കൊള്ളാം. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് കൊള്ളാം, ഇത് ഭയങ്കര നൈസ് ബാഗ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരിക്കും. ഇത് ഗിഫ്റ്റ് തന്നപ്പോ തന്നെ അവള് പറഞ്ഞു ലൈക്ക് എന്താ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അവളുടെ ഫീഡ്ബാക്ക് പറയണമെന്നുണ്ട്. ഞാൻ പറയാന്നൊക്കെ പറഞ്ഞു. ഈ ബാഗിന്റെ ക്വാളിറ്റി വളരെ ഭയങ്കര അപ്പൊ ഞാൻ പോലും ആലോചിക്കുന്നില്ല. എനിക്ക് ആലോചിക്കുന്നില്ല, അത് ബുദ്ധിയില്ല. സമയം കിട്ടാതെയാണോ ഇല്ലാത്തതാണോ ഞാൻ പറയാൻ വാക്കില്ല. ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഗിഫ്റ്റ്. പക്ഷെ ഇത് കൊള്ളാട്ടോ. ഞാൻ പോലും ആലോചിച്ചിട്ടില്ല. ഞാൻ പോലും ഇപ്പോഴെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഫ്രെയിം എന്റെ അടുത്തും ഇല്ല. അത് ഞാൻ സൂക്ഷിച്ചു. എനിക്കൊന്നും പറയണ്ട. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ നാളെ മുതൽ 2 ദിവസം ചായ കുടിച്ചോണ്ടിരിക്കുക, കേക്കകത്ത് കോഫി കുടിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗിഫ്റ്റ് വിത്ത് ലവ്. ഇതൊന്നും ഞങ്ങളിതില്ല. താങ്ക് യു സോ മച്ച്. ഈ ഗിഫ്റ്റ്, ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാം ഈ ക്രിസ്മസ് നല്ലേ. ഐ ലൈക്ക് ഇറ്റ്. ഐ ലവ് ഇറ്റ്. സൂ ഐ ലവ് യു. ഒരു സങ്കടം വേണ്ട മധു, ഐ ലവ് യു. കൊണ്ട് എന്തോ ആയിട്ടുണ്ട്, ഇടയ്ക്കൊരു വിടവ്. ദാറ്റ്സ് ഫൈൻ. അവരിത് വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്, ടവലും കൊണ്ട്. ഭയങ്കര ഫോഴ്സ് കൊടുക്കണേ. നോക്കൂ, കുത്തുന്നു, എടുത്തിട്ട് എല്ലായിടത്തും കുത്തണേ. സാധനം എടുക്കുക, പയ്യെ പയ്യെ. ഇത് ഇവിടം വരെ വരുന്നുണ്ട്. ഫ്രോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഗൈസ്, അപ്പം നമ്മൾ നേരത്തെ വെച്ച കേക്ക് പുറത്തേക്ക് എടുത്തു. ചിലയിടത്തൊരു മറ്റേ ബ്രോട്ട് വന്ന പോലെയൊക്കെ ആയിട്ടുണ്ട്. അത് കേക്കിനൊക്കെ അങ്ങനെ വരുന്നതായിരിക്കും. നമ്മളത് കേക്ക് മുറിച്ചത് കഴിയുമ്പോൾ സെറ്റ് ആകും. ഇത് ഓവർ ഇതാക്കുന്ന ചൂട്. ശരി, നമുക്ക് ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ കാണാം. നമ്മൾ എന്നിട്ട് എന്തെങ്കിലും കാണിക്കണം. പെർഫെക്റ്റ് ഓക്കേ, പെർഫെക്റ്റ് ഓക്കേ. Good. Good. ഇപ്പൊ എന്തിനാ ഇതവിടെ ഇരിക്കട്ടെ? തന്നെ ഫ്രോസ്റ്റ് ചെയ്യണോ? ചിലപ്പം ഇങ്ങനെ താഴെ ഇങ്ങനെ വന്നില്ല. പെർഫെക്റ്റ് ഓക്കേ ഗൈസ്. ഓക്കേ, ഗുഡ്. നമ്മൾ രണ്ടാമത്തെ കേക്ക് വയ്ക്കുമ്പോൾ ഫസ്റ്റ് കേക്ക് ഇറ്റ്സ് സക്സസ്. സെക്കൻഡ് കേക്ക് ഇനി എന്താവും നമുക്ക് നോക്കാം. നമ്മളെ രണ്ടാമത്തെ കേക്കും
കയറ്റി. അപ്പോൾ നമ്മളിനി അടുത്തത് ന്യൂട്ടൺ കേക്കൊക്കെ സെറ്റാക്കിയാലും മാറിക്കേ, നിന്നെ ഫ്രെയിമിൽ കാണിക്കുന്നില്ല. ഓക്കെ, ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞോ. അതെ അതെ. വോ വോ കൊള്ളാം. ഇത് സ്പെഷ്യൽ കേക്കാ. സ്പെഷ്യല് റെഡ് വെൽവെറ്റ് എന്നാ പേര്, പക്ഷെ ഞങ്ങൾ ഇതിന് 2 പേരുണ്ട്. ഒന്നിന്റെ പേര് അൽക്ക, ഒന്നിന്റെ പേര് കൃപ. ഈ മാങ്ങാണ്ടി അയ്യോ, അങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ. ഇതില് കുറച്ച് ലാൻഡ്സ്കേപ്പ് അവര് പറഞ്ഞു. നാച്ചുറലി ആൾക്കാർ സ്റ്റെപ്പ് ഇടുന്നു. എവിടെ പറയൂ, എന്താണ് പറയാനുള്ള രമീൻ? അത് മാത്രമല്ലോ. ആദ്യത്തെ വേണ്ട, അതെ അതെ, സ്വന്തം കൈകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കിയാണ് ചപ്പാത്തി. നോക്കോ, എല്ലാരും കത്തിക്കൂ. ആരുടെയും കത്തുന്നില്ല കേട്ടോ. ഉത്തരവാദിത്തമുള്ള സോണി കേക്ക് മുറിക്കുന്നു. സോണി പകുതി നേരത്തെ പോകുന്നു. ഓഡിയോ 3 മാസം മുമ്പേ ക്രിസ്മസ് മുൻകൂട്ടി കണ്ട് മേടിച്ചു വെച്ച ജോസഫ് കോഴിക്ക് നന്ദി. ആരും മേടിക്കരുത്, കമ്പിത്തിരി ജോസഫിന്റെ വീക്ക്നെസ്. പണക്കാരൻ മേടിച്ചില്ലേ?
അതുകൂടെ എനിക്കറിയണം. പറ, വീഡിയോയില് പറ. ഒരാൾ ചത്തുടങ്ങി ഉണ്ടാക്കിയ സത്യം പറയാം, കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ്. അതെ, ഇതൊക്കെ വെറുതെ പറയാന്. ഉണ്ടാക്കിയവര് തന്നെ ആദ്യം കഴിച്ചില്ല. ശ്രീകാന്ത് കഴിച്ചു. ശ്രീകാന്ത് പറയൂ. പെയ്ഡ് പ്രൊമോഷൻ ആണ് ഗൈസ്, എന്നാലും ഞാൻ സത്യം പറയുള്ളൂ. എല്ലാരും ഇനി കേക്കിന് ഓർഡർ തരിക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഷെഫ് 1, ഷെഫ് 2. നോക്കൂ, അധ്വാനിക്കുന്ന തൊഴിൽ വിഭാഗം ഒരു പണിയെടുക്കാണ്ട് വെറുതെ യോയോ കാണിക്കുന്നതായിട്ട് 2 കയ്യിൽ പ്ലേറ്റ് വെച്ച് തിന്നുന്ന ഡോണ. ജോസഫ് പ്ലാൻ അവിടെ നിന്ന് തുടങ്ങണമല്ലോ. ഈ പോട്ടിലൊക്കെ പരിപാടി ഐഡിയ കൊണ്ടുവന്ന ജോസഫ് കോശാണ്. അപ്പൊ ആദ്യമായിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഒരു മിനിറ്റ്, അതിന്റെ സൗണ്ട് പറയും. ഒരു മിനിറ്റ്. അതിന് പങ്കില്ല എന്നാണ് ചേച്ചി പറയുന്നത്. അടുത്തതായിട്ട് പോർക്ക് ഉണ്ടായിക്കൊണ്ട്, ഇത് പോർക്കല്ല, എറണാകുളത്ത് ഡേവിഡ് പ്രശംസ ഇഷ്ടല്ല. പിന്നെ ബീഫ് ഉണ്ടായിക്കൊണ്ട് വന്നത് നമ്മുടെ അമ്മയുടെ ബിഗ് താങ്ക്സ് ടു അമ്മു. ആരും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ മെയിൻ ചിക്കൻ സ്റ്റൂ. എല്ലാരും കഴിച്ചോ ചിക്കൻ സ്റ്റൂ? എല്ലാദ്യം കഴിച്ചു ടെസ്റ്റ് ചെയ്ത റമീൻ. ഡോണ മറിയം റോയ്. പിന്നെ കാര്യമായിട്ട് അപ്പം ചുട്ടോണ്ടിരിക്കുന്ന അമ്മന്, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വീട് ക്ലീൻ അതിന് വെള്ളമടിക്കാൻ സാധിക്കുന്ന ജിബു ജോൺ. അങ്ങനെ എല്ലാവരും ഇത്രയും നേരം ഇൻട്രൊഡ്യൂസ് ചെയ്ത റിതിൻ ടോമിനും അതെ, നമ്മുടെ ആൾക്കാരുടെ കേക്ക് നല്ല സൂപ്പർ ആയിരിക്കും. അതെ, ആ വാണിങ്ങിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണം. എന്താ ഷൈയാണ് നോക്കൂ. രണ്ടുള്ളൂ പച്ചപ്പൊറോട്ട മാത്രം, പറയല്ലേ, എന്തേലൊക്കെ പറയടാ. നിനക്കെന്താ പറയാനുള്ള പറ. അത് ശരി, അത് ഞങ്ങക്ക് വേണ്ട. നീ എല്ലായിടത്തും ഉണ്ട്.
എന്നെ കാണുന്നു. ഗൈസ് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുക. ഇനി നേരെ വീട്ടിലോട്ട്. ഈ സമയം ഒരുപാട് വൈകി. ചെറിയ ആരോണ്ട് ഞാൻ പ്രത്യേകം എടുക്കുന്നുണ്ട്. ഞങ്ങൾ ബാക്ക് ടു ഹോം. രാവിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഗൈസ്. അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്നത്തെ 2-3 സെലിബ്രേഷനും കഴിഞ്ഞ് ഷിഫ്റ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ സമയം 5:38. നേരം വെളുത്തു, ലൈറ്റൊക്കെ വന്നു. ഇനി ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, ഇന്നത്തെ വ്ളോഗ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ളോഗ്. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.